ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിൻ്റെ ഒരു ടൂൾ ബാർ പരിചയപ്പെട്ടത്, അതുമായി ബന്ധപ്പെട്ട ടൂൾ ബാറൊക്കെ നമ്മൾ പല മോഡൽസൊക്കെ പരസ്യം നോക്കിയിട്ടുണ്ട്. ഇനി ഈ പഠിച്ച ഈ സ്റ്റാൻഡേർഡ് ടൂൾ ബാർസിൻ്റെ സൈസ് ഡയമെൻഷൻ എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ബോക്സ് എടുത്തു, ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, ഡ്രാഗ് ചെയ്ത് വരച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഏത് ഒബ്ജക്റ്റിൻ്റെയും എഡിറ്റിങ് മോഡിഫൈയിലുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ മാറ്റാനൊക്കെ മോഡിഫൈ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റിന് തൊട്ടപ്പുറത്തുള്ള മോഡിഫൈയിൽ ക്ലിക്ക് ചെയ്യുക. അതുണ്ടാവും ലെങ്ത്ത്. ലെങ്ത്ത് ഇവിടെ ടൈപ്പ് ചെയ്യാം. നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഒരു 100 കണക്കിന് 100 ഇട്ട് കൊടുക്കുക. അല്ല, അടിയിൽ 200 ഇട്ട് കൊടുക്കണം, 200 ഇട്ട് കൊടുത്തു. ഹൈറ്റ് ഒരു 300 ഇട്ട് കൊടുക്കണം, 300 ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് വാല്യൂ ടൈപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ബസ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ചെയ്തെടുക്കുകയും ചെയ്യാം. തൊട്ടടിയിൽ ലെങ്ത്ത് സെഗ്സിന് സെഗ്മെന്റ്സ് ആണ്. ഈ സെഗ്മെന്റ്സ് എന്നാൽ ഓരോ ലൈൻസിന് പറഞ്ഞ സെഗ്മെന്റ്സ്. ഈ സെഗ്മെന്റ്സ് കൂട്ടുന്നത് ഒബ്ജക്റ്റിന് സ്മൂത്ത്നെസ് കിട്ടാനും എഡിറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെഗ്മെന്റ്സ് കൂട്ടുന്നത്. ഇപ്പോൾ ലെങ്ത്ത് ഉണ്ടോ, ലെങ്ത്ത് സെപ്പറേറ്റ് തന്നെ കൂട്ടി കൊടുക്കുക. അപ്പോൾ അത്ര ലോഡ് കൂടിക്കൊണ്ടിരിക്കും കേട്ടോ. അത്ര നമുക്ക് ആവശ്യത്തിന് മാത്രം കൂട്ടി കൊടുത്താൽ മതി. ലെങ്ത്തിനും വിഡ്ത്തിനും ഹൈറ്റിനും സെപ്പറേറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ സെഗ്മെന്റ്സ് കൂട്ടി കൊടുക്കാൻ പറ്റും. അങ്ങനെ ഓരോ ഒബ്ജക്റ്റും ഉണ്ട്. ഇപ്പോൾ കോണ് ക്ലിക്ക് ചെയ്തു, കോണ് അതിൽ ഇതിലെ മോഡിഫൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റേഡിയസ് ഉണ്ട്. മുകളിലത്തെ റേഡിയസ്, ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക, ഹൈറ്റ് സെഗ്മെൻറ്റ്, ക്യാപ്പ് തന്നെ അടിയത്തി മുകളിലത്തെ പ്രതലത്തിനാണ് ക്യാപ്പ്. സൈഡ് കുറച്ചെടുത്താലുണ്ടോ വേറെ ഷേപ്പായി മാറും, കൂട്ടി കൂടി നല്ല സ്മൂത്തായി മാറും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സ്മൂത്ത്നെസ് കിട്ടാനും എഡിറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് ഈ സെഗ്മെന്റ്സ് കൂട്ടി കൊടുക്കുന്നത്. തൊട്ടടി സ്മൂത്തിന് ഓപ്ഷൻ ഉണ്ട്. ഈ സ്മൂത്ത് ഓഫ് ചെയ്താൽ സംഭവിക്കുക എന്താണ്, സ്മൂത്ത്നെസ് ഒഴിവായി എടുത്ത് കാണിക്കും. അപ്പോൾ സ്മൂത്ത് ടിക്ക് എടുത്താൽ നല്ല സ്മൂത്ത് ആയിട്ട് മാറിയിട്ടുണ്ടാവും ചെയ്യും. അടുത്താണ് സ്ലൈസ് ഓൺ, കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ സ്ലൈസ് ഫ്രം ഉണ്ട്, സ്ലൈസ് ടു ഉണ്ട്. അത് സ്റ്റാർട്ടിങ്ങും എൻഡും കാണിച്ചു കൊടുക്കാൻ. സ്ലൈസ് ഫ്രം ഉണ്ടാവും, നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് കൊണ്ടുവച്ച് കൊടുക്കാം. ടു ഏതുവരെ വരണം ഉണ്ടാവും, അങ്ങനെ കൊണ്ടുവെക്കണേ കൊടുക്കുക. അതിനൊക്കെ ആവശ്യമായി കൊടുക്കുക. അല്ലെങ്കിൽ സ്ലൈസ് ഓൺ ഓഫ് ചെയ്താൽ സാധ്യതയിലേക്ക് മാറും ചെയ്യും. അടുത്ത സ്പിയർ, ജിയോസ്പിയർ ഒന്നിച്ച് പറയാം. അതായത് ഈ സ്പിയറിന്റെ സെഗ്മെന്റ്സ് റെക്ടാങ്കിൾ ഷേപ്പാണ്, ജിയോസ്പിയർ ഒരു ട്രയാങ്കിൾ ഷേപ്പാണ്. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും കൂടുതലായി യൂസ് ചെയ്യുക നമ്മൾ സ്പിയർ തന്നെയാണ്. പക്ഷെ ഈ ജിയോസ്പിയറിന് ലോഡിങ് കുറവാണ്, സ്പിയറിന് വെച്ച് ലോഡ് കൂടുതൽ. എന്നാലും നമ്മൾ സ്പിയർ തന്നെ സാധാരണ യൂസ് ചെയ്യാറ്. സ്പിയർ എടുത്തു, മോഡിഫൈ ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ റേഡിയസ് കൂട്ടണമെങ്കിൽ കൂട്ടി കൊടുക്കുക. റേഡിയസിന് കൂട്ടി കൊടുക്കുക. സെഗ്മെന്റ് കൂട്ടണം, കുറച്ച് വേറെ ഷേപ്പായി മാറും, കൂട്ടുമ്പോൾ സ്മൂത്തായി മാറും. അതിൽ സ്മൂത്ത് ഇട്ട് പറഞ്ഞ പോലെ തന്നെ, ഇനി പറഞ്ഞില്ല സ്മൂത്ത് ഇരിക്കുക കൊണ്ട് ഓഫ് ചെയ്താൽ ഇതിൽ കോമൺ ആയിട്ടുള്ള സംഗതിയാണ്. ഹെമിസ്പിയർ പിന്നെ പകുതി ഹാഫ് ആക്കണം കേട്ടോ. നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യുന്ന രൂപത്തിലേക്ക് ആക്കാം. ആൾട്ട് പ്രസ് ചെയ്ത് നോക്കിയാൽ അറിയാണ്ട പകുതി പോലെ ആയിട്ടുണ്ടാവും. അതിന് സ്ലൈസ് ഓൺ ഉണ്ട്. സ്ലൈസ് നമുക്ക് ഹെമിസ്പിയറിനെ ഫുള്ളാക്കി സ്ലൈസ് ഓൺ ക്ലിക്ക് ചെയ്തു. സ്ലൈസ് ഫ്രം ഉണ്ട്, ടു ഉണ്ട്, ഏത് വരണം ആക്കണേ ഉണ്ടാക്കി കൊടുക്കുക. അതേപോലെ ജിയോസ്പിയർ റേഡിയസ് കൂട്ടണേ കൂട്ടാം, സെഗ്മെന്റ് കൂട്ടണേ കൂട്ടാം, കുറക്കണേ കുറക്കാം. അതിൽ ഹെമിസ്പിയർ ഉണ്ട്, ടിക്ക് ഓൺ ചെയ്ത പകുതിയാവും കറക്റ്റ്. അടുത്തതാണ് സിലിണ്ടർ. ക്ലിക്ക് ചെയ്തു, നേരെ ഡ്രാഗ് വരച്ചു, മോഡിഫൈ ക്ലിക്ക് ചെയ്യുക. അതിൽ റേഡിയസ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കുക, ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കുക. ഹൈറ്റ് സെഗ്മെന്റ്സ് ഉണ്ട്, ക്യാപ്പ് സെഗ്മെന്റ് ഉണ്ട്, സൈഡ് ഉണ്ട്, ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള സ്മൂത്തും സ്ലൈസും നമ്മൾ സാധാരണ പറഞ്ഞതുപോലെ തന്നെ. ട്യൂബ് മോഡിഫൈ ക്ലിക്ക് ചെയ്തു, റേഡിയസ് 1 പുറത്തേക്കുള്ളത്, റേഡിയസ് 2 ഉള്ളിലേക്കുള്ളതിൻ്റെ ഹൈറ്റ് സെഗ്മെന്റ്, ക്യാപ്പ് സെഗ്മെന്റ്, സൈഡ് സ്മൂത്തായി മാറിയിട്ടുണ്ടാവും. ബാക്കിയുള്ളൊക്കെ നമ്മൾ കോമൺ പറഞ്ഞ സംഗതി തന്നെ കേട്ടോ, പറഞ്ഞില്ല, റിപ്പീറ്റ് ചെയ്യുന്നില്ല. അടുത്തത് ടോറസ്. മോഡിഫൈ ക്ലിക്ക് ചെയ്യുക, അതിൽ റേഡിയസ് 2 ഉള്ളിലേക്ക്, റൊട്ടേഷൻ റൊട്ടേറ്റ് ചെയ്യുക. ടിസ്റ്റൻ വളക്കാൻ നല്ല കൂട്ടി കൊടുത്താൽ ടിസ്റ്റ് നമുക്ക് വളക്കാൻ പറ്റും. ഇങ്ങനെ ടിസ്റ്റൻ കൂട്ടി കൊടുത്തില്ല പോലെ വളക്കാൻ പറ്റും. ആവശ്യമില്ല ടിസ്റ്റിൽ 0 ആക്കി കൊടുത്താൽ പഴയ ഷേപ്പിലേക്ക് മാറും ചെയ്യും. സെഗ്മെന്റ് കൂട്ടി കൊടുക്കുക, സൈഡ് കൂട്ടി കൊടുത്തു, അതിൽ സ്ലൈസ് ഉണ്ടാക്കുക. അടുത്തത് പിരമിഡ്. മോഡിഫൈ ക്ലിക്ക് ചെയ്തു, അതിൽ വിഡ്ത്ത് കൂട്ടണേ കൂട്ടി കൊടുക്കുക, ഡെപ്ത് കൂട്ടണേ കൂട്ടി കൊടുക്കുക, ഹൈറ്റ് കൂട്ടണേ കൂട്ടി കൊടുക്കുക, വിഡ്ത്ത് സെഗ്മെന്റ് കൂട്ടി കൊടുത്തു, ഹൈറ്റ് സെഗ്മെന്റ് കൂട്ടി കൊടുത്തു, ഡെപ്തും ഹൈറ്റും മാറ്റി കൊടുത്തു. അത് ടീപോട്ട്. മോഡിഫൈ ക്ലിക്ക് ചെയ്തു, അതിൽ ഇതേവരെ റേഡിയസ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക, സെഗ്മെന്റ് കൂട്ടി കൊടുത്താൽ കുറച്ച് വേറെ ഷേപ്പ് മാറും, കൂട്ടുമ്പോൾ സ്മൂത്തായി മാറും. അതിൽ പിന്നെ പാർട്സുകളുണ്ട്, ബോഡി ഓഫ് ചെയ്യുക,
അല്ല ഹാൻഡിൽ ഓഫ് ചെയ്യുക, സ്പൂട്ട് ഓഫ് ചെയ്യുക, ലിഡ് ഓഫ് ചെയ്യുക ഒക്കെ ചെയ്യാൻ പറ്റും. ഇതിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്കെയിലൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടോ, സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് അങ്ങനെയുണ്ട് ഫ്ലവർ പോട്ട് പോലൊക്കെ നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റുകയൊക്കെ ചെയ്യാം. അങ്ങനെ ഫ്ലവർ പോലെ നമുക്ക് മാറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യുകയൊക്കെ ചെയ്യാം. അടുത്ത പ്ലെയിന് തിക്നെസ് ഇല്ലാത്തൊരു ഒബ്ജക്റ്റാണ് പ്ലെയിന്. അപ്പോൾ അതിന് നമുക്ക് മോഡിഫൈൽ വന്നിട്ട് ലെങ്ത്തും കൂട്ടാണ്ടാവും, വിഡ്ത്ത് കൂട്ടാണ്ടാവും. ലെങ്ത് സെഗ്മെൻറ്റ് കൂട്ടി കൊടുത്തു, വിഡ്ത്ത് സെഗ്മെൻറ്റ് കൂട്ടി കൊടുത്തു, പിന്നെ ഒരു ഒബ്ജക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ ഫുൾ എഡിറ്റിംഗ് കാര്യങ്ങളാണ് ഈ മോഡിഫൈൽ ഉണ്ടാവുക. ഏത് ഒബ്ജക്റ്റ് ആണെങ്കിലും അതിൻ്റെ ഫുൾ ഡീറ്റെയിലിംഗ് ഇതിലുണ്ടാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക എന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ കുറച്ച് എടുത്ത് പോകണുള്ളൂ, മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഓരോ കുറച്ച് എന്ത് ചെയ്യുക രൂപത്തിലും എടുത്തു പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് ക്ലിയർ ആക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് വരാവുന്നതാണ്.